നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നിങ്ങൾ എന്നെ നോക്കി ഇതാരാണ് ഈ ഗോലി കളിക്കാൻ വന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാവാം അല്ലേ? ഞാൻ വേറെ ആരുമല്ല, നിങ്ങളുടെ സ്വന്തം നെല്ലിക്ക. എന്നെ ചെറുതായി കണ്ടാൽ അത് വേണ്ട. എന്റെ ഈ കുഞ്ഞൻ രൂപത്തിൽ ഒളിപ്പിച്ചു വെച്ച ആരോഗ്യ രഹസ്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. നമ്മുടെ നാട്ടിലെ ഷുഗർ കുറയ്ക്കാൻ മരുന്നുകൾ കഴിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയാണ് എന്റെ ഈ പ്രസംഗത്തിന്റെ തുടക്കം. സഹോദരാ സഹോദരി, നിങ്ങളുടെ ശരീരത്തിൽ ഷുഗർ ലെവൽ കൂടുന്നതിന്റെ പ്രധാന വില്ലൻ അത് ഇൻസുലിൻ വേണ്ടത്ര പ്രവർത്തിക്കാത്തതാണ്. എന്നാൽ ഈ നെല്ലിക്ക ഒരു അണ്ടർ കവർ ഏജന്റാണ്. പണി എങ്ങനെയെന്നാൽ എന്റെ ഉള്ളിലുള്ള ക്രോമിയം, പോളിഫെനോൾസ് പോലുള്ള ഘടകങ്ങൾ ഇൻസുലിൻ ഹോർമോണിന് ഒരു പവർ ബൂസ്റ്റ് കൊടുക്കും. ഇൻസുലിൻ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുമ്പോൾ അത് രക്തത്തിലെ അമിതമായ പഞ്ചസാരയെ കോശങ്ങളിലേക്ക് വലിച്ചെടുത്ത് കളയും. കൂടാതെ മറ്റൊരു ട്രിക്ക് കൂടിയുണ്ട്. നിങ്ങളുടെ കുടലിൽ പഞ്ചസാരയുടെ ആഗിരണം കൂട്ടുന്ന എൻസൈമുകളെ ഞാൻ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യിക്കും. അപ്പോൾ പെട്ടെന്ന് ഷുഗർ കൂടുന്നത് അവിടെ വെച്ച് തടയാം. നിങ്ങൾക്കറിയാമോ, പല ഷുഗർ മരുന്നുകളിലും എന്റെ സത്ത്, അതായത് ഗൂസ്ബെറി എക്സ്ട്രാക്ട്, ഒരു പ്രധാന ചേരുവയാണ്. കാരണം ഞാൻ വെറുമൊരു കായയല്ല, ഷുഗർ രോഗിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്റെ മറ്റ് പ്രമുഖ പ്രയോജനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു ബഹുമുഖ പ്രതിഭയാണ്. ഷുഗർ നിയന്ത്രണം മാത്രമല്ല എന്റെ ജോലി, ഞാനൊരു മൾട്ടി ടാസ്കിംഗ് ഹീറോയാണ്. വൈറ്റമിൻ സി വെയർഹൌസ്. ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത വൈറ്റമിൻ സിയുടെ തട്ടകം. ഒരു ഓറഞ്ചിലുള്ളതിനേക്കാൾ 8 മടങ്ങ് വൈറ്റമിൻ സി എന്റെ അടുത്തുണ്ട്. ഇത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ചർമ്മത്തിന് തിളക്കം നൽകാനും മുടിക്ക് കറുപ്പും കരുത്തും നൽകാനും സഹായിക്കുന്ന സൂപ്പർ പവർ ആണ്. ഹൃദയത്തിന്റെ കാവൽക്കാരൻ. എന്റെ ആന്റി ഓക്സിഡന്റുകൾ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കും. ഹൃദയത്തിന് ഒരു ഫുൾ ടൈം ഗാർഡ് ഡ്യൂട്ടി ഞാൻ എടുക്കും. ദഹനത്തിന്റെ മിടുക്കൻ. നാരുകൾ ധാരാളമുള്ളതുകൊണ്ട് ദഹന പ്രശ്നങ്ങൾക്കും മലബന്ധത്തിനും ഒരു പെർമനന്റ് സൊല്യൂഷൻ ഞാൻ തരും. കണ്ണിന് കവചം. എന്റെ കെരോട്ടിൻ കണ്ണുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ചതാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ മൊബൈൽ ഉപയോഗം കാരണം കണ്ണിന് വരുന്ന ക്ഷീണം കുറയ്ക്കാൻ ഞാനൊരു കണ്ണടയുടെ പണിയെടുക്കും. കഴിക്കുന്ന രീതിയിലെ സൂത്രവിദ്യ. എന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നെല്ലിക്ക ജ്യൂസ്, അച്ചാറ്, ചമ്മന്തി, നെല്ലിക്ക കഷ്ണങ്ങൾ ഉപ്പിലിട്ടത്, നെല്ലിക്ക ക്യാൻഡി, എത്ര പറഞ്ഞാലും തീരില്ല. എന്നാൽ എന്റെ ആരോഗ്യ ഗുണങ്ങൾ ഒട്ടും നഷ്ടപ്പെടാതെ കിട്ടാൻ ഏറ്റവും നല്ല വഴി ഏതെന്നറിയാമോ? ഏറ്റവും മികച്ച വഴി ഒന്നുകിൽ എന്നെ പച്ചയ്ക്ക് കഴിക്കുക, അല്ലെങ്കിൽ നെല്ലിക്ക ജ്യൂസായി കഴിക്കുക. തിളപ്പിക്കുമ്പോൾ എന്റെ വൈറ്റമിൻ സി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എണ്ണയിൽ വറുക്കുന്നതിനേക്കാൾ നല്ലത് ഉണക്കി പൊടിച്ച് ദിവസവും തേനിൽ ചേർത്ത് കഴിക്കുന്നതാണ്. 1 ടീസ്പൂൺ നെല്ലിക്ക പൊടിയിൽ എന്റെ എല്ലാ മാജിക്കും ഉണ്ട്. പഴയ തലമുറയുടെ മാജിക്, നെല്ലിക്കാത്തളം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തലവേദന വന്നാൽ നെല്ലിക്കാത്തളം വെച്ചാൽ മതി, പോകും എന്ന്. അത് പഴങ്കഥയല്ല, ആയുർവേദത്തിന്റെ സയൻസ് ആണ്. എന്താണ് നെല്ലിക്കാത്തളം? നെല്ലിക്ക അരച്ച് നെറുകയിൽ ഒരു പ്രത്യേക രീതിയിൽ വെക്കുന്ന ചികിത്സയാണിത്. ഇത് വെറുതെ ഒരു തണുപ്പിക്കൽ മാത്രമല്ല. പ്രത്യേകത: കടുത്ത തലവേദന, മാനസിക പിരിമുറുക്കം, നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഈ തളം വളരെ ഫലപ്രദമാണ്. എന്റെ ഉള്ളിലുള്ള തണുപ്പും ആന്റി ഓക്സിഡന്റുകളും തലച്ചോറിന് ഒരു കൂളിംഗ് ഇഫക്ട് നൽകി ഞരമ്പുകളെ ശാന്തമാക്കുന്നു. ഒരു റിലാക്സ് ബട്ടൺ ഞെക്കിയ പോലെ. സൈഡ് എഫക്ട്സ്: നെല്ലിക്കയുടെ ഒരു മാന്യമായ മുന്നറിയിപ്പ്. എല്ലാ ഗുണങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞു പക്ഷേ ഉണ്ട്. ഞാനൊരു സാധുവായ കായാണെങ്കിലും ചിലപ്പോൾ എന്നെ അമിതമായി കഴിച്ചാൽ ആസിഡിറ്റി. എനിക്ക് നല്ല പുളിയുണ്ട്. അതുകൊണ്ട് വയറ്റിൽ അമിതമായ അസിഡിറ്റി ഉള്ളവർ എന്നെ വെറും വയറ്റിൽ അമിതമായി കഴിച്ചാൽ ചിലപ്പോൾ പ്രശ്നമുണ്ടാകാം. മലബന്ധം: വളരെ അപൂർവമായി എന്നെ ഉണക്കി പൊടിച്ച് ധാരാളം വെള്ളം കുടിക്കാതെ കഴിച്ചാൽ ചിലർക്ക് മലബന്ധം വരാം. പരിഹാരം: എപ്പോഴും മിതമായ അളവിൽ കഴിക്കുക. നെല്ലിക്കാപ്പൊടി കഴിക്കുമ്പോൾ 1 ഗ്ലാസ് വെള്ളം ഫ്രീ ആയി കുടിക്കാൻ മറക്കരുത്. അപ്പോൾ നെല്ലിക്ക ബോസിന്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്നു മുതൽ എന്നെ നിങ്ങളുടെ ഡയറ്റിലെ 1ാം റാങ്ക് താരം ആക്കണം. നമ്മുടെ പഴമക്കൾ പറഞ്ഞത് വെറുതെയല്ല. നെല്ലിക്ക ആദ്യം കഴിക്കുമ്പോൾ പുളിക്കും, പിന്നെ മധുരിക്കും. അതുപോലെയാണ് ജീവിതവും. ആദ്യം കഷ്ടപ്പെടും, പിന്നെ മധുരം കിട്ടും. നിങ്ങൾ എന്നെ കഴിക്കണം, ആരോഗ്യത്തോടെ ഇരിക്കണം. വീണ്ടും കാണാം. നന്ദി.